കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന കട്ടപ്പനയിൽ നിന്നുള്ള അംഗങ്ങൾക്ക് യാത്രയപ്പും വിളംബര ജാഥയും 14-ാം തീയതി നടത്തും. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന പരിപാടിയിൽ കട്ടപ്പനയിൽ നിന്നും 11 പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുകിട വിദേശി കുത്തകകളിൽ നിന്നും ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുക, ഓൺലൈൻ വ്യാപാരത്തിന്മേൽ സെസ് ഏർപ്പെടുത്തുക, വാടകയ്ക്കുമേലുള്ള GSTയിൽ നിന്നും വ്യാപാരികളെ പൂർണ്ണമായി ഒഴിവാക്കുക, GST കൗൺസിൽ തീരുമാനങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രം നടപ്പിലാക്കുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഫെബ്രുവരി 18-ാം തീയതി പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. സമരത്തിന് മുന്നോടിയായി കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ കട്ടപ്പന യൂണിറ്റിൽ നിന്നും പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന സമരഭടന്മാർക്ക് യാത്രയപ്പും വിളംബര ജാഥയും 14-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5:30 നടത്തും. വ്യാപാരി വ്യവസായികളുടെ വാടകയ്ക്കുള്ള GST പൂർണ്ണമായി പിൻവലിക്കുക, ഗ്രാമങ്ങളിലെ ചെറുകിട വ്യാപാര മേഖലയിൽ കുത്തകകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക, ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുക. ഈ വക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 18-ാം തീയതി ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് നടത്തുന്നത്. കട്ടപ്പന യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് 12ഓളം പ്രതിനിധികൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. അതിന് പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്നു. അതിനുവേണ്ടി ഡൽഹിക്ക് പോകുന്നു. ജില്ലയിൽ നിന്ന് 200-ലധികം സമരഭടന്മാർ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ജാഥയ്ക്ക് യാത്രയപ്പ് സമ്മേളനത്തിനും യൂണിറ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകും. കട്ടപ്പനയിൽ നിന്നും 11 പേരും ഇടുക്കി ജില്ലയിൽ നിന്നും 20 പേരും കേരളത്തിൽ നിന്നും 5000 പേരുമാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. പത്രസമ്മേളനത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, ജനറൽ സെക്രട്ടറി PK ജോഷി കുട്ടട, ട്രഷറർ KP ബഷീർ, വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, അഡ്വക്കേറ്റ് MK തോമസ്, ബൈജു വേമ്പേനി, രാജേന്ദ്രക്കുറുപ്പ്, TM ജോമോൻ, സാജു പട്ടിരുമഠം എന്നിവർ പങ്കെടുത്തു.